നമ്മൾ നേരത്തെ എടുത്തത് പാരലൽ ആക്സിസ് തിയറാണ്. ഇപ്പോൾ പറയാൻ പോണത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ. പാരലൽ ആക്സിസ് തിയറത്തിൽ രണ്ട് ആക്സിസുകൾ പാരലൽ ആയിരുന്നു. അത് നമ്മൾ റിങ്ങിന് അപ്ലൈ ചെയ്തു, ഡിസ്കിന് അപ്ലൈ ചെയ്തു, സിലിണ്ടറിന് അപ്ലൈ ചെയ്തു, എല്ലാത്തിലും അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ 2 ഡയമെൻഷണൽ ബോഡീസിനും അപ്ലൈ ചെയ്തു, 3 ഡയമെൻഷണൽ ബോഡീസിനും അപ്ലൈ. ഇപ്പോൾ റിങ് ഒരു 2 ഡയമെൻഷണൽ ബോഡിയാണ് അല്ലേ, ഒരു പ്ലെയിനിലാണ് റിങ് ഉള്ളത്. പക്ഷേ സ്ഫിയർ ഒരു 3 ഡയമെൻഷണൽ ബോഡിയാണ്. രണ്ടിടത്തും നമ്മൾ പാരലൽ ആക്സിസ് തിയർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ എങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ലാമിനാസ് ഓർ 2 ഡയമെൻഷണൽ ബോഡീസ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താന്ന് നോക്കാം. 3 ആക്സിസുകൾ വേണം ഈ തിയർ അപ്ലൈ ചെയ്യാൻ. അത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. കറക്റ്റ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാത്രം പോരാ, മ്യൂച്വലി പെർപെൻഡിക്കുലറായി 3 ആക്കും കൂടി ഒരു കോമൺ പോയിന്റും വേണം. 3 കൂടി ഒരു സ്ഥലത്ത് മുട്ടണം. അത് എവിടെ മുട്ടണം? എവിടെയും മുട്ടാം. ബോഡിക്കകത്ത് മുട്ടാം, ബോഡിക്ക് പുറത്ത് മുട്ടാം, എവിടെയും മുട്ടാം. എവിടെ മുട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ 3 കൂടി മുട്ടണം. ഒരു സ്ഥലത്ത് മുട്ടണം, 3 കൂടി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം ഒബേ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിവനെ പേര് വിളിച്ചാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ആരാ? എക്സും വൈയും പ്ലെയിനിലിരിക്കുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇസഡ് എന്താ? പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. എക്സും വൈയും പ്ലെയിനിലെ പെർപെൻഡിക്കുലർ ആണ്. ഇസഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നു ഇസഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മാണ്. So moment of inertia with respect to an axis which is perpendicular to the plane is equal to sum of the moment of inertia with respect to 2 axes mutually perpendicular and within the plane. Okay? അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുക. ഈ ചിത്രം വരയ്ക്കുക. ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അതാണ്. ഐ എക്സ് എന്താണെന്ന് എഴുതുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. ഐ വൈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഐ സെഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് സെഡ് ആക്സിസ്. എന്നിട്ട് അതിന്റെ ചോട്ടിൽ എഴുതുക എക്സ് ആൻഡ് എക്സ് വൈ സെഡ് ആർ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് വിത്ത് എ കോമൺ പോയിന്റ്. അതിന്റെ ചോട്ടിൽ എഴുതുക എക്സ് ആൻഡ് വൈ ആർ വിതിൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന ആൻഡ് ഇസഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലാമിന. അപ്പൊ കംപ്ലീറ്റ് ആയി. ആ വേർഡിങ്സ്, അല്ലെങ്കിൽ ഞാൻ അത് വേർഡിങ്സ് ആയി പറഞ്ഞിങ്ങനെ വലിയൊരു സെന്റൻസ് ആയിരിക്കും. നിങ്ങൾക്കത് വിഷമം ഉണ്ടാകും. എന്തിനാ നമ്മൾ വിഷമത്തിൽ പഠിക്കണം? എല്ലാം രസകരമായി സിമ്പിളായും പഠിക്കാം. ഫിസിക്സ് അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഫിസിക്സ് സെന്റൻസ് പഠിക്കലല്ല, ഫിസിക്സ് ആശയം പഠിക്കലാണ് ഫിസിക്സ്. ഇതാണ് ഏറ്റവും സിമ്പിളായി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, എനിക്ക് മനസ്സിലായിട്ട് അറിയാം. ഒരു അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ നമുക്ക് റിങ്ങിൽ അപ്ലൈ ചെയ്യാം. റിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റും, കാര്യം റിങ് ഒരു പ്ലാനാർ സ്ട്രക്ചറാണ്. വി വാണ്ട് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ ഡയമീറ്റർ. എന്ന് വെച്ചാൽ റിങ്ങിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഇതാണ് റിംഗ്. ഈ റിങ്ങിന്റെ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതല്ലേ, ഡയമീട്രിക്കൽ ആക്സിസ്, ഡയമീട്രിക്കൽ ആക്സിസ്. ഇത് കണ്ടുപിടിക്കണം. ഞാൻ പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യാൻ പോവാണ്. സോറി, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണ്ടോളെ. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഞാൻ എക്സ് ആക്സിസ് എന്ന് വിളിച്ചു. ഇതെന്താണ്? വൈ ആക്സിസ്. അപ്പോൾ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഇസഡ് ആക്സിസ്. ഇങ്ങനെ മറ്റ് 2 ആക്സിസുകളും കൂടെ ഞാൻ കൂടെ വരച്ചു. ഇതിപ്പോൾ എങ്ങനെ നോക്കുന്ന? സൈഡിൽ നിന്ന് നോക്കുക നമ്മൾ അല്ലേ. ഇതിപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുക. മേലെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ എങ്ങനെയാ കാണുക? മേലെ നിന്ന് നോക്കുമ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ശരിയല്ല? ഇങ്ങനെ ഉള്ളിലെ സെഡ് ആക്സിസ്. ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകളാണ്. 3നും കൂടി ഒരു കോമൺ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതിലെ ഐ എക്സ് ഓർ ഐ വൈ രണ്ടും ഡയമീറ്റർ ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ടിലും ഡയമീറ്റർ ഉണ്ട്. ഇനി ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കേ.
എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണോ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയല്ലേ വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആയിരിക്കും. കാര്യം രണ്ടും സിമെട്രിക്കൽ ആക്സിസ് ആണ്. അപ്പൊ ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് എന്തെഴുതാം? ഒന്നുകിൽ 2ix എന്ന് എഴുതാം, അല്ലെങ്കിൽ 2iy എന്ന് എഴുതാം. രണ്ടായാലും കുഴപ്പമില്ല. സോ iz is equal to 2ix. സോ ix is equal to iz by 2. മക്കൾ പറഞ്ഞ iz നമ്മൾ കണ്ടതാണ് നേരത്തെ. റിങ്ങിന്റെ സെൻട്രൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വാസ് mr². സോ ഇറ്റ് ഈസ് mr² by 2. അപ്പൊ mr² by 2 റിങ്ങിനോ സാറേ? mr² by 2 ഡിസ്കിനല്ലേ എന്നൊന്നും ചോദിച്ചുകൊണ്ടരുത്. ആക്സിസ് മാറി. മറ്റേ സെൻട്രൽ ആക്സിസ് ആയിരുന്നു, സെൻട്രൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരുന്നു mr². ഇപ്പൊ ഡയമെട്രിക്കൽ ആക്സിസ് ആണ്, അത് mr² by 2 റിങ്ങിന്റെ കേസിൽ. അവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമുക്ക് ഡിസ്ക് നോക്കാം. ഓക്കെ, ഡിസ്കിന്റെ കാര്യത്തിൽ ഇതാ വീണ്ടും നമ്മൾ ആക്സിസ് ഇതാണ്, ഡിസ്കിന്റെ ആക്സിസ് ഇതാണ്. ആക്സിസ് ഡിസ്ക് നമ്മൾ കട്ടിപ്പത്തിരി പോലത്തെ ഒരു സാധനം. ഓക്കെ, അപ്പൊ ഡിസ്കിന്റെ ആക്സിസ് ഇതാണ്. എന്താണ് ആക്സിസ്? വീണ്ടും ഡയമെട്രിക്കൽ ആക്സിസ്. Diametrical axis. Diametrical axis. Let me call it as x-axis. So this will be y-axis, and this is what? Z-axis. ഇതിപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. മേലെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ x-axis, y-axis, z-axis. Same thing, ix plus iy equal to iz. Ix plus iy can be equated as 2ix is equal to iz. So ix is equal to iz by 2, which is mr² by 2 ആണ് 2ix. So ix is equal to mr² by 4. ഇതാണ് ഡിസ്കിന്റെ കാര്യം. സ്ഫിയറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്ഫിയർ 3 ഡയമെൻഷണൽ ബോഡിയാണ്. 3 ഡയമെൻഷണൽ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയർ ലാമിനയിൽ യൂസ് ചെയ്യാം. ഇതാണ് സ്ക്വയർ ലാമിന. ഈ സ്ക്വയർ ലാമിനയുടെ ഈ ആക്സസ് കാണണം. സിമ്പിളാ. ഈ ആക്സസിനെ എക്സ് ആയിട്ട് വിളിക്കുക, ഈ ആക്സസ് വൈ ആയിട്ട് വിളിക്കുക, ഈ ആക്സസ് സെഡ് ആവും അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ix പ്ലസ് iy ഈക്വൽ ടു iz ആയി. അപ്പോൾ 2ix ഈക്വൽ ടു iz എന്നായി. സോ 2ix ഇസ് ഈക്വൽ ടു ma² by 6 നമ്മൾ കണ്ടാണ് നേരത്തെ. സോ ix ഇസ് ഈക്വൽ ടു ma² by 12. ഇത്രയുള്ള സംഭവം. This is how we find the moment of inertia using perpendicular axis theorem. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് രണ്ടും കൂടി മിക്സ്ചർ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. പാരലൽ ആക്സിസ് തിയറം അറിയണം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അറിയണം. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓക്കെ.